അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ ജാഥാവിയുടെ ഹാരമണി. ജാഥ മാനേജർ സഖാവ് പി സന്തോഷ് കുമാറിനെ ഹാരമണിക്കുന്നതിന് വേണ്ടി LDF മണ്ഡലം കൺവീനർ സഖാവ് KV കൃഷ്ണകൃഷ്ണൻ. ജാഥാംഗമായിട്ടുള്ള ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ഹാരമണിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് RJD നേതാവും ജാഥാംഗവുമായിട്ടുള്ള സഖാവ് മരിയത്ത് ചന്ദ്രനെ ഹാരമണിക്കുന്നതിന് വേണ്ടി സഖാവ് വെങ്കടേഷ് കൃഷ്ണൻ, AJ ജോസഫിനെ ഹാരമണിക്കുന്നതിന് വേണ്ടി CK നാസകൃഷ്ണൻ. AJ ജോസഫിനെ ഹാരമണിക്കുന്നതിന് വേണ്ടി CK നാസകൃഷ്ണൻ. ജാഥാ നേതാവിനെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിക്കാൻ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ ജാഥ വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഈ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനം മുതൽ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന 3 മണ്ഡലങ്ങൾ, മഞ്ചേശ്വരമാണ് തുടക്കം, കാസർഗോഡ്, പുതുമ, ഇപ്പോൾ കാഞ്ഞങ്ങാട്, ഈ 3 മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റം. ഈ ജാഥ എന്താണ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്നറിയാൻ, കേൾക്കാൻ, സ്വീകരിക്കാൻ, അഭിവാദ്യം ചെയ്യാൻ ഒത്തുചേർന്നിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ആവേശം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുന്നേറ്റമായിട്ട് കാണുന്നത്. എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ നടത്തിയാൽ അതിനെ ബൂർഷ്വാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും കൂട്ടുപിടിച്ചാൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ കാലത്തും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ ഘട്ടത്തിലായിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇനി ഒരു സാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല, UDF ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രചാരവേല നടത്തിക്കൊണ്ടാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഒരു 5-8 വിഭാഗങ്ങൾ കേരളത്തിൽ തലങ്ങും വിലങ്ങും നടന്നു. അതെല്ലാം വലിയ അന്വേഷണം, തീവട്ടിക്കൊള്ള എന്നെല്ലാം പറഞ്ഞ് വ്യാപകമായ പ്രചരണം നടത്തിയിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നാളിതുവരെയുള്ള സമീപകാലത്തൊന്നുമില്ലാതത്ര 99 സീറ്റ് നൽകി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കള്ളപ്രചാരവേലയെയും അഭിമുഖീകരിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്രാവശ്യവും വരുന്ന മാർച്ച്, ഏപ്രിൽ തിരഞ്ഞെടുപ്പിൻ്റെ കാലം വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു പുതിയ അധ്യായം ഈ കേരളം കഴിക്കും. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമാണ് തുടർ ഭരണം. ഇപ്രാവശ്യം തുടർ ഭരണത്തിൻ്റെ തുടർച്ച, 3ാം ടേമിലേക്കുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുതിപ്പാണ് ഇന്നും ഇന്നലെയുമെല്ലാം ഞങ്ങൾ ഈ കേരളത്തിൻ്റെ ഭാഗമായിട്ട് വടക്കേ അറ്റത്ത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയത്. ഞങ്ങൾ വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് എന്താണോ പറയുന്നത് അതേപോലെ നടപ്പിലാക്കും. പറ്റാവുന്നത് മാത്രമേ പറയുള്ളൂ. പറഞ്ഞാൽ ഉറപ്പാണ്. പറഞ്ഞാൽ പറയുന്ന കാര്യം നടപ്പിലാക്കും എന്നുള്ളതിൻ്റെ മറുപേരാണ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര്. അനാവശ്യമൊന്നും പറയില്ല, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. കേരളത്തിന് ഇനി എന്താണ് ഭാവി എന്ന് ചിന്തിച്ചവരുണ്ട്. 2016 വരെ ഒരു നല്ല റോഡ് ഉണ്ടാക്കാനാവില്ല, നാഷണൽ ഹൈവേ ഇല്ല, പോയി. ഇലക്ട്രിസിറ്റി ലഭിക്കുന്നതിന് വേണ്ടി കുടംകുളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടുന്ന ലൈൻ, വൈദ്യുതി ലൈൻ വലിക്കാൻ പറ്റില്ല.
അതും വഴിക്ക് വെച്ച് നിർത്തി. അതേപോലെ തന്നെ ഗേൽ പദ്ധതി, പൈപ്പ് ലൈൻ, അതും സാധിക്കുന്നതല്ല, വഴിക്ക് വെച്ച് നിർത്തി. ഒരു വികസന പ്രവർത്തനത്തിനും ഈ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു തരത്തിലും മുന്നേറാനാവില്ല എന്ന് പ്രതീക്ഷിച്ച് വിഷമിച്ച് ഉത്കണ്ഠപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാം നേടാം, LDF അധികാരത്തിൽ വരും, എല്ലാം ശരിയാവും എന്ന മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ചു. ഞങ്ങൾ വെറുതെ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കുക മാത്രമല്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഹൈവേ, നാഷണൽ ഹൈവേ 66 ഈ വരുന്ന ഫെബ്രുവരി മാസത്തോടുകൂടി, മാർച്ചിന്റെ ആദ്യ ഭാഗത്തോടുകൂടി ഈ കേരളത്തിന്റെ തലപ്പാടി മുതൽ കളിയിക്കാവളി വരെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ അതിർത്തി വരെ ഉള്ള നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഭൂരിപക്ഷം റീച്ചുകളും ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്നത് കേരളത്തിന്റെ ഭാവി രചിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം തന്നെയും. ആ മുന്നേറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ റോഡ് മുമ്പൊക്കെ എന്തൊരു പ്രയാസമായിരുന്നു. ഇപ്പോഴാ പ്രയാസം പൂർണ്ണമായിട്ടും പൂർത്തിയാവാൻ ഇല്ലാതാവാൻ പോവാണ്. ഞങ്ങൾ ഇന്നലെ ജാഥ ആരംഭിച്ചത് മഞ്ചേശ്വരത്തിന്റെ ഇങ്ങേ ഭാഗമാണ്, കുമ്പളയിൽ വെച്ചാണ്. കുമ്പളയിൽ വെച്ച് ജാഥ ആരംഭിച്ച് ഞങ്ങൾ കാസർഗോഡ് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി വരുന്ന സമയത്തിനാണ് 6-7 മിനിറ്റാണ്. 6-7 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എത്തി. മംഗലാപുരത്തേക്കുള്ള ദൂരം അല്ലെങ്കിൽ തലപ്പാടിയിലേക്കുള്ള ദൂരത്തിൽ അറിയോ, ചെറുക്കളയിൽ നിന്ന് 39 കിലോമീറ്ററാണ്. ഓടാൻ വേണ്ടി വരുന്ന സമയം 15-20 മിനിറ്റാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്ക് നീങ്ങിയതുപോലെയാണ് കാസർഗോഡിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലൈറ്റും വരയും കുറിയും എല്ലാം കൂടി ചേർന്ന ആ റോഡ് കാണേണ്ടിയ. എങ്ങനെയാണ് ആ റോഡ് ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. UDF ആയിരുന്നുവെങ്കിൽ ആ റോഡ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? വികസനത്തിന്റെ പേര് പറയാമെന്നല്ലാണ്ട് എന്തെങ്കിലും വികസനം നടത്താൻ അവർക്കാവുമോ? ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുമ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായിട്ട് ആരെങ്കിലും 2 അക്ഷരം പറഞ്ഞാൽ ഉടനെ അത് മാറ്റിവെച്ചിട്ട് പോവല്ലേ? നിശ്ചയദാർഢ്യം വേണ്ടേ? ജനങ്ങളോട് ഐക്യദാർഢ്യം വേണ്ടേ? ജനങ്ങളുടെ താല്പര്യമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട താല്പര്യം എന്നൊരു മാനസികാവസ്ഥയെങ്കിലും കൈകാര്യം ചെയ്യാനാവണ്ടേ? ഒന്നുമില്ല. ഞങ്ങൾ ഇതേവരെ ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവൺമെന്റും നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾക്ക് നൽകേണ്ടി വന്നത് ഭൂമിയുടെ വിലയിൽ നല്ലൊരു പങ്ക് നിങ്ങൾ തരണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും ഒരു നയാ പൈസ ഇന്നേ വരെ നാഷണൽ ഹൈവേ അതോറിറ്റി വാങ്ങിയിട്ടില്ല. ഞങ്ങളോടാ പറഞ്ഞ കേരളത്തോട് പറഞ്ഞ് നിങ്ങൾ പണം തരണം. അവസാനം ബാർഗെയിൻ ചെയ്തിട്ടാണ് അവസാനം 5680 കോടി ഉറുപ്പിക 5680 കോടി ഉറുപ്പിക നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി കൊടുത്തത് കിഫ്ബിയാണ്. കിഫ്ബി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നിശ്ചയദാർഢ്യമില്ലെങ്കിൽ 5680 കോടി കൊടുത്തിട്ട് ഈ നാഷണൽ ഹൈവേ ഉണ്ടാവുമോ?